സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മെയിൻ ചാനലിൽ നിന്ന് ഗൈസ് നമ്മൾ ലൈവ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മച്ചാമാരെ നമ്മൾ കമന്ററി ഉണ്ടാവില്ല. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചാറ്റ് ചെയ്തപ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് റിപ്ലൈ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും ഗൈസ്. അപ്പോൾ ഇതൊരു കിടിലൻ മാച്ചാണ്. അപ്പോൾ ഓൾറെഡി എന്ന് വെച്ചാൽ നമ്മൾ മാച്ച് കളിച്ചു കഴിഞ്ഞു. അതായത് ഗൈസ് ഒരു കിടിലൻ മാച്ചാണ്. എനിക്ക് അറിയില്ലായിരുന്നു നമ്മുടെ ഈ ഒരു ഓപ്പോണന്റ് സ്മാർട്ടസ്റ്റ് ആയിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ കളിച്ചു പോയിരുന്നു. പക്ഷെ ഒരു കിടിലൻ കളിയാണ്. നിങ്ങൾ എന്തായാലും കണ്ടിട്ട് ലാസ്റ്റ് വരെ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക ഗൈസ്. കാരണം നമ്മുടെ ഈ ഒരു ഓപ്പോണന്റ് അത്യാവശ്യം നല്ല രീതിക്ക് ഒരു കമ്പാക്കും വന്നു. അതേപോലെ തന്നെ ഗൈസ് കൊനാമി അത്യാവശ്യം നമുക്കെതിരെ കുറെ പരിപാടി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു കളി കളിച്ച് ഇതുപോലെ വന്നവർക്ക് ഉറപ്പായിട്ട് പിടുത്തം കിട്ടും. കാരണം നെറ്റിന്റെ ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പവർ ഉണ്ടായിരുന്നു. ലാസ്റ്റ് അവർ എങ്ങനെയൊക്കെയോ നമ്മളെ വീഴ്ത്തി. അതേപോലെ തന്നെ നമുക്ക് ടൈപ്പ് മാർക്കിങ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല ഓപ്പോണ്ട്. കാരണം ഞാൻ ആ ഒരു ടൈമിൽ എങ്ങനെയെങ്കിലും ഒരു ഗോൾ അടിക്കാൻ നിങ്ങൾക്ക് കാണുമ്പോൾ പിടുത്തം കിട്ടും. അപ്പോൾ വെച്ചാൽ എല്ലാവരും കണ്ടിട്ട് വരിക. അപ്പം ഗൈസ്, നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ച് പോകാം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയിട്ട് വരാം. വെൽക്കം ബ്രോ ലൈവിലേക്ക്. ക്ലോൺ ആപ്പ് ഇപ്പൊ വർക്കിംഗ് അല്ല. പിന്നെ രോഹിത് ബ്രോ ഇപ്പൊ ഊട്ടിയിലാണോ വെച്ചാ? ഇന്ന് നേരത്തെ കയറി രോഹിത് ബ്രോ. ഇന്നൊരു 7 മണിയൊക്കെ കയറി. ഒരു 9 മണിയാകുമ്പോ അമ്മേനെ ഒന്ന് കൂട്ടാൻ വേണ്ടി നിർത്താം. അയ്യോ, ലിങ്ക് പ്ലേ സെറ്റാക്കാം. നമുക്ക് അത് സെറ്റാക്കാം. പിന്നെ അപ്പൊ ടോട്ടല് 100 കോയിൻ കിട്ടുമല്ലോ എന്നല്ലേ? അതാണ് അല്ല എന്ന് പറയണ്ടേ. ആർക്കെങ്കിലും അറിയോന്ന് ചോദിക്കണ്ട്. 50 കോയിൻ എന്തായാലും കിട്ടും. പിന്നെ മറ്റേ 9th ആനിവേഴ്സറി ഇല്ലേ, അതിൽ ലോഗിൻ ബോണസ് ആയിട്ട് നാളെ കിട്ടും 50. അതാണ്. അപ്പൊ റിഹാമ്പോ 50 കോയിൻ ആയല്ലോ. അപ്പൊ 50 100 ആയി. മറ്റേ ലിങ്കപ്പ് റെഡിയാക്കാം. പിന്നെ ക്രേസി ഡോട്ട് ബ്രോ ഉണ്ട്. 1-1 ഡിവിഷനും എല്ലാം ഉണ്ട് ബ്രോ. മച്ചാവരെ നമ്മുടെ പോളിലോട്ട് ലൈക്ക് അടിക്കുന്നവരെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് ഉഷാറാക്കണേ. മറന്നുമല്ലേ. ക്ലോൺ ആപ്പ് ആണോ എന്ന് ചോദിച്ചു നോക്കൂ സഞ്ജു ബ്രോ. ബ്രോ അത് വേണം മച്ചാ. ഈ ക്ലോക്ക് മാനേജർ ആണല്ലോ. ഹരീഷ് ബ്രോ ആക്കാം. മച്ച നമുക്ക് ടൈറ്റ് മാർക്കിംഗ് ചെയ്യണോ? എംബാപ്പനെ വേണ്ട അല്ലേ? ഹരീഷ് ബ്രോ ആക്കി. മച്ച ഇന്നലെ ആർസനൽ ഇതാക്കിയില്ലേ? മച്ചാ വിനീഷ് ബ്രോ ഇല്ലേ ക്ലോൺ ആപ്പ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. വിനീഷ് ബ്രോ ക്ലോൺ ആപ്പ് ഉപയോഗിക്കുന്നില്ലെന്നാ പ്യൂറെ പറഞ്ഞേ. നമ്മൾ ഓരോ കളി കഴിയുമ്പോഴും ഒന്ന് ഓണാക്കി വിനീഷ് ബ്രോയിന്റെ ഇല്ലേ ബ്രോ നമ്മുടെ മച്ചാ ഐഡിയും പാസ്വേഡും കറക്റ്റായിട്ട് അറിഞ്ഞില്ലേ നമ്മുടെ ഇത് കൊടുക്കണ്ട കേട്ടോ. അൺഇൻസ്റ്റാൾ അതെന്താ ഒരു പയ്യൻ ഇതുപോലെ പറ്റിയിട്ട് അവൻ കുറച്ച് പാട് വിട്ടായിരുന്നു ബ്രോ. ഇപ്പോഴല്ല, കുറെ മുമ്പേ. അത് കാണിക്കാം. ബ്രോ റൈഗാർഡ് റോജോ ഈശാന എടാ. റൈഗാർഡ് അത്യാവശ്യം നല്ല കളിയാടാ ബ്രോ. ഇപ്പൊ എന്നല്ല, രണ്ടുപേരും അടിപൊളിയാ. പക്ഷെ റൈഗാർഡ് നമ്മുടെ റൈഗാർഡ് അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട്. വിനീഷ് ബ്രോ ഇല്ലേ, എന്താ പറയാ, ബ്രോയിന്റെ ഫോണിൽ അത്യാവശ്യം റാമും കാണൂലേ? നമ്മുടെ ഒരു എന്താ പറയാ അത്യാവശ്യം നല്ല GB റാമും ഉണ്ടാവില്ല ബ്രോയിന്റെ. റൈഗാർഡ് DMF സീനാണ്. ആരിഷ് ബ്രോ ചെറുതായിട്ടുള്ളൂ ബ്രോ ലാഗ്. ഈ മാച്ച് മെസ്സിനെ വെച്ച് ഗോൾ അടിക്കണമെന്ന് അറിയാം ബ്രോ. നോക്കട്ടെ, നമ്മുടെ ഒരു ബ്ലിറ്റ്സൊക്കെ അടിക്കാൻ പറ്റുമോ നോക്കട്ടെ ബ്രോ. അയ്യോ, എടാ ഒപ്പോ സ്മാർട്ട് ഉറപ്പാന്നാ?
റിഹാമച്ച മച്ച ഓട്ടോമാറ്റിക് പോകുന്നോണ്ടായിരിക്കും അല്ലേ? ഹാരിഷ് ബ്രോ ഇന്ന് എനിക്ക് ലൈക്ക് അടിച്ച് ഉഷാറാക്കണേ, മറന്നുപോകല്ലേ. എന്തായാലും റിഹാം ബ്രോ ഈ മാസം ലാസ്റ്റ് ഒരു അപ്ഡേറ്റ് ഉണ്ടല്ലോ ബ്രോ, അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് അസിസ്റ്റിന് ഒരു ഇതായി. പിന്നെ നെക്സ്റ്റ് അപ്ഡേറ്റ് സ്മാർട്ട് ഫിൽറ്റർ വരും, അല്ലെങ്കിൽ ജൂണിൽ വരുമെന്നല്ലേ ബ്രോ? ആര് വേൾഡ് കപ്പ് അടിക്കണമെന്നാണ് ബ്രോയുടെ ആഗ്രഹം? ഇശാമച്ച ഇനി ഡിവിഷൻ 2 അടിച്ചിട്ട് മതി ഫ്രണ്ട്ലി ആൻഡ് കോമാച്ച് ഇല്ലെങ്കിൽ RB കിട്ടൂല എന്നല്ലേ? ഓ റിഹാം ബ്രോ, അതാണ് എനിക്കൊരു സംശയം. ഡൗൺലോഡിങ് പ്രശ്നമാണോ എന്ന് എനിക്കൊരു ഇതുണ്ട്. ബ്രോയ്ക്കടാ അക്കൗണ്ടിന്റെ പാസ്വേഡ് നിന്റെ കാര്യം അറിയാൻ ചോദിക്കണ്ടടാ. സന്ധ്യ മനോജ് ബ്രോ വെൽക്കം ലൈവിലേക്ക്. എടാ ഇത് സെലിബ്രേഷൻ ഒക്കെ ഇട്ട് കളിക്കണ്ടല്ലോ മച്ചാമാരൊരു 5 ലൈക്കോടെ നമ്മൾ അടുത്തൊരു ടാർഗറ്റ് ആടാ. അപ്പൊ നിങ്ങൾ ലൈക്ക് അടിക്കാൻ കാണുന്നവരൊക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് പവർ ആക്കണേ. ഈ ഫുട്ബോള് എന്നിട്ട് ഉള്ളിൽ ഡൗൺലോഡ് ആന്നാ സെലിബ്രേഷൻ അതാ. പിന്നെ സന്ധ്യ മാനേജ് ബ്രോ ഉണ്ട് കേട്ടോ. 4 മാച്ച് 1-1 എല്ലാം ഉണ്ട് ബ്രോ. മെസ്സിനെ കൊണ്ട് ഗോൾ അടിച്ച് സെലിബ്രേഷൻ ഇടുന്ന എടാ, ഞാൻ വിചാരിച്ച റിഹാം വെച്ച് അത് അത്രയും സ്റ്റണ്ണിങ് അടിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഓഫ് സൈഡ് ആവൂലെന്ന്. ഗോളായിരിക്കുന്ന പ്രതീക്ഷിച്ചേ. പക്ഷേ പെസ്സിൽ കയറുമ്പോൾ ഡൗൺലോഡ് എന്ന് കാണിക്കുന്നത് എന്ന് ചോദിച്ചു നോക്കുന്ന പെസ്സിൽ കയറുമ്പോൾ ഡൗൺലോഡിങ് എന്നാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചു നോക്ക്. പിന്നെ ആരിഷ് ബ്രോ സുര കൊടുത്തു. റിഹാമച്ച പശയില്ലേ ബ്രോ? എടാ ഒപ്പോണന്റ് സ്മാർട്ടാലേ. എടാ ഇത് പ്യൂറേ ഇനി എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം. എടാ എങ്ങനെയെങ്കിലും മെസ്സിനെ വെച്ച് ഗോൾ പ്ലീസ് എന്നാ. ഒപ്പോണന്റ് സ്മാർട്ട്, അവനോട് ക്ലിയർ ഡാറ്റ അടിച്ചിട്ട് ഒന്നുകൂടെ കയറാൻ പറയാനാ. വിനീഷ് ബ്രോ പോയോ ബ്രോ? ഹരീഷ് മച്ച എങ്ങനെ മച്ച ഇനി ഒരു 4 ലൈക്ക് കൂടെ നമ്മൾ അടുത്തൊരു ടാർഗറ്റ് ആവിടെ. അപ്പൊ നിങ്ങൾ ലൈക്ക് അടിക്കാണ്ട് കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് ഉഷാറാക്കണേ.
ക്ലിയർ ഡാറ്റ ചെയ്തു പയ്യൻ പറയുന്നുണ്ട്. ഇപ്പൊ റെഡിയായോ ബ്രോ? ഇപ്പൊ റെഡിയായോ? വിനീഷ് ബ്രോ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്തായാലും ഇതാക്കും ബ്രോ. മല്ലു വെൽക്കം വെച്ച ലൈവിലേക്ക്. ഹജ്ജ് ഇറക്കാം ഇറക്കാം ഇറക്കാം. ആരിഫ് ബ്രോ ഇറക്കാം. സുരേനെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇറക്കിയാലോ എന്ന് വിചാരിച്ചിരിക്കുക. റിഹാം ബ്രോ എങ്ങനെയെങ്കിലും കിട്ടട്ടെ, നമുക്ക് സെറ്റാക്കാം. ഒരു ചാൻസ് കിട്ടി നമുക്ക് അടിക്കാം ബ്രോ. ആണ്ട കിടക്കണം ഫ്രീ കിക്ക്. ഇല്ലടെ ജിമ്മിൽ പോയിട്ട് വന്നേ ഉള്ളൂ. ഓഹോ ഓക്കെ മല്ലേ. ആ 6 മണി തൊട്ടായിരിക്കും അല്ലേ? 5 മണിയൊക്കെ തൊട്ട്. റിഹാം ബ്രോ ഗ്രീസ്മാൻ അടിപൊളി. ആ ഫ്രാൻസ് ഗ്രീസ്മാൻ ഇല്ല, അത് സെറ്റാ ബ്രോ. അത് കിടിലൻ കളിയാ. ആണ്ടേ അത് കുറച്ച് കഴിയുമ്പോ നമുക്ക് ഇറക്കാം ബ്രോ. നമുക്ക് ലേശൂടെ കഴിഞ്ഞിട്ട് ഇറക്കാം. ഉണ്ട് ഗ്രീൻ സ്ക്രീൻ ഉണ്ട്, ഗ്രീൻ സ്ക്രീൻ ഉണ്ട് പ്യൂറെ. മച്ചാ എടാ അൺഇൻസ്റ്റാൾ ചെയ്ത് എന്താ കുഴപ്പമെന്നറിയോ? അത് എടാ ബ്രോ അൺഇൻസ്റ്റാള് ചെയ്ത് കഴിഞ്ഞ ബ്രോയ്ക്ക് എടാ ഇത് നോക്കടി, ഇത് എങ്ങനെയാണ് ഇത് പോണേ? എടാ ഒറ്റ മിനിറ്റ്. എടാ മച്ചാ അതെന്താ ഇമെയിലും പാസ്വേഡും അറിയണടാ ബ്രോ, എന്നാലാണ്. എടാ ഇത് എടാ ബ്രോ സ്വിച്ച് അനങ്ങുന്നില്ലടാ. എടാ ഇത് നോക്കടാ. ഇപ്പൊ സ്ക്രീൻ സെറ്റാണ്, നോ പ്രോബ്ലം എന്ന് പറയാ. സഞ്ജു അവൻ സ്മാർട്ടാന്നല്ലേ. ആരിഷ് ബ്രോ അത് പെട്ടെന്ന് പെട്ടെന്ന് കയറി പോ ബ്രോ. ആ വല്ല അത് ശരിയാ. എംബസം കളിപ്പിക്കാനല്ലേ. എടാ ഇത് എങ്ങനെ എടാ ഇതാണെങ്കിൽ ഇതും ഇല്ലടാ റിയാം ബ്രോ, അതാ പ്രശ്നം. ഇതിന് മറ്റേ സനാപ്പ് ഇല്ല, സബ് ചെയ്യാനും പറ്റുന്നില്ല പ്ലേയേഴ്സിന്. എടാ ഇവൻ എന്നെ പോക്കി ഇപ്പം പോണേ. റിഹാൻ എടാ എന്ത് പോക്കടാ ബ്രോ ഇത് പോണേ. എന്റെ പൊന്നെ. എടാ ഞാൻ അടിച്ചു എന്ന് വിചാരിച്ചാ മെസ്സി. അതാ തുടങ്ങി പരിപാടി. ഈ കളി അവൻ ജയിക്കുമെന്നല്ലേ? അല്ലെങ്കിലും കൊനാമി സ്മാർട്ട് അസിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുള്ളൂന്നാ. പിന്നെ ബ്രോ നാളെ എന്താ വരുന്നതെന്നാ ഇശാൻ ബ്രോ? നാളെ നെറ്റ് പോയോ? മച്ചാ ഓപ്പോണ് നെറ്റ് പോയാൽ നമ്മൾ കളി ജയിച്ചടാ. കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോയി തോന്നുന്നു. ഇല്ല. എന്താ ബ്രോ ചെയ്യടാ? ഞാൻ അത് കറക്റ്റ് ഗോൾ അടിച്ചാടാ, പക്ഷെ കൊനാമി അവന്റെ ഒപ്പം, പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? അനു ബ്രോ വെൽക്കം മച്ചാ ലൈവിലേക്ക്. 1-1 ഉണ്ട് ബ്രോ, 1-1 ഉണ്ട്. എടാ അവൻ സ്മാർട്ടാണ് ബ്രോ. ഞാനൊരു ട്രിക്ക് പറഞ്ഞു തരാം ബ്രോ. മാച്ച് ആഫ്റ്റർ പ്ലേ സ്റ്റൈൽ ക്യൂസ് ചെയ്യാം, അപ്പോൾ സ്ട്രെങ്ത് കമ്മിയാവും. മാച്ച് സ്റ്റാർട്ടായി LBC ഇടുന്ന അനിൽ ബ്രോ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ. എടാ എന്നാലും ഇത് ഒരു വല്ലാത്ത പോക്കാണ് ബ്രോ പോയെ. ഇശാൻ ബ്രോ നാളെ ഇല്ലേ ബ്രോ? നാളെ നമുക്ക് എപ്പിക്കാർഡ് വരുന്നുണ്ട് ബ്രോ. നാളെ പിന്നെ ഒരു QC മാനേജറും വരാനുള്ള ചാൻസ് ഉണ്ട്. മച്ചാ പിന്നെയും കുറഞ്ഞടാ. ശേ
മച്ചാമാരപ്പോ നമ്മുടെ മാച്ചും കാര്യങ്ങളും റേറ്റിംഗ് പിന്നെ കുറഞ്ഞു. അപ്പൊ നിങ്ങൾക്കും ഇതേപോലത്തെ അവസ്ഥ വന്നിട്ട് ജസ്റ്റ് കമന്റ് ചെയ്യുക. സംഭവം ഒരു വല്ലാത്തൊരു സ്ക്രിപ്റ്റ് പ്ലസ് മൊത്തത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഓൾറെഡി വേറെ ഒന്നുമില്ല, നമ്മൾ കുറച്ച് ടൈമിൽ നമുക്ക് കിട്ടിയ പാസും ഇതൊക്കെ അടിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടെ ഓപ്പോണ്ട് ഇതാക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഡ്രോയിങ്ങിലും പിടിക്കായിരുന്നു. പക്ഷെ കിട്ടിയ ഓപ്പോണ്ടാ വന്ന നല്ല കളിയും ഉണ്ടായിരുന്നു. അപ്പൊ മച്ചാമാരെ അടുത്തൊരു വീഡിയോയിലായിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ഗൈസ്.